നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു ജലദോഷത്തിൻ്റെ ലക്ഷണം, ഒരു കോൾഡിൻ്റെ ലക്ഷണം. ജലദോഷമായിട്ടില്ല, ഒരു കോൾഡിൻ്റെ ലക്ഷണം. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഓക്കെയായി. എനിക്കൊന്നും ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. ഏട്ടനും ചെറിയൊരു കോൾഡിൻ്റെ ലക്ഷണം. രാവിലെ ആവിയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നുണ്ട്. നല്ല ചൂട്, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഭയങ്കര ചൂട്. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത ചൂട്. ഇപ്പം നിൽക്കണം, വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണം. അത് സിറ്റൗട്ടിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത ചൂടും. അപ്പോൾ തണുത്ത വെള്ളമൊക്കെ ശരിക്കും കുടിക്കുക. അപ്പം അതിൻ്റെ ഒരു ഇതാവാം. എടാ, യൂട്യൂബിലെ ആൻറ്റിമാരൊക്കെ ചോദിക്കുന്ന വേദയുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. എക്സാം ഒരിക്കലും കൊള്ളില്ല, അല്ലെങ്കിൽ ഈസി ആയിരുന്നു, അങ്ങനെയാണ് ചോദിച്ചത്. പറ, ഏതൊക്കെ സബ്ജക്റ്റ് ഈസി ആയിരുന്നു? ഇംഗ്ലീഷ് നോർമൽ ആയിരുന്നു, SS നോർമൽ ആയിരുന്നു. നോർമൽ എന്ന് പറഞ്ഞാൽ ടഫും അല്ല ഈസിയും അല്ല. AI ഈസി ആയിരുന്നു, മലയാളം ഈസി ആയിരുന്നു, ഹിന്ദി ടഫായിരുന്നു. നിന്റെ ഈസി സബ്ജക്റ്റ് അല്ലേ ഹിന്ദി? ഈസി സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ഈസി ആണോന്നുണ്ടോ? ബാക്കിയെല്ലാം ടഫായിരുന്നു, അതെല്ലാം നിനക്ക് ഈസി സബ്ജക്റ്റ്. ഹിന്ദി ഭയങ്കര ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലേ? ഹിന്ദി മാത്രമല്ല എനിക്ക് ഫേവറേറ്റ്, പിന്നെ ഇനി മലയാളം ഫിസിക്സ് ഒക്കെ ഫേവറേറ്റ് ആണ്. ഇനി ഏതൊക്കെ എക്സാം ബാക്കിയുണ്ട്? മാത്സ്, സയൻസ് എല്ലാം എത്ര മാർക്കിനായിരുന്നു? 80. ഓക്കെ. AI 80 അല്ലല്ലോ, എത്ര? 40. അപ്പോൾ കേട്ടല്ലോ വേദയുടെ വിശേഷങ്ങൾ. വേദയ്ക്ക് ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിലൊന്നും ഇപ്പോൾ വീഡിയോ പോലും പോസ്റ്റ് ചെയ്യുന്നില്ല, കാരണം പഠിക്കാൻ ശരിക്കും ഉണ്ട്. ഇനി വെനസ്ഡേ വരെ വേദയ്ക്ക് എക്സാം ഉണ്ട്, മാത്സും സയൻസും. അത് രണ്ടും കൂടെ കഴിഞ്ഞാൽ വേദ ഫ്രീ ബേർഡ് ആവും. ശരിക്കും പറഞ്ഞാൽ ചീമയുടെ ഡെലിവറിയും കാര്യങ്ങളും ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്താണ് 18th വേദയ്ക്ക് എക്സാം കഴിയും. 19th തന്നെ ടു കാശ്മീർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ചിമ്മയുടെ ബേബി വരുന്നു. 2 വർഷമായിട്ട് കാശ്മീർ പോകാൻ പ്ലാൻ ചെയ്യുന്നു, നടക്കുന്നില്ല. പ്രാവശ്യം അതുപോലെ പ്ലാൻ ചെയ്ത്, പക്ഷേ കുഞ്ഞിൻ്റെ നൂലുകെട്ടൊന്നും കഴിയാണ്ട് പോക്ക് നടക്കത്തില്ല. അപ്പോൾ അത് വീണ്ടും ക്യാൻസൽ ചെയ്തു. പിന്നെ വേദയ്ക്ക് മെയ്യിൽ ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, 8th അപ്പം നമ്മളിങ്ങനെ കറങ്ങി നടന്നാലും ശരിയാവത്തില്ല. എങ്കിലും കുഞ്ഞു കുഞ്ഞു ട്രിപ്പുകൾ പറ്റുകയാണെങ്കിൽ പ്ലാൻ ചെയ്യണം. പിന്നെ ആരുടെ ഷൂട്ടും ഉണ്ട്, അതുകൊണ്ട് അതിനിടയ്ക്കൊക്കെ പറ്റുന്ന രീതിയിൽ യാത്ര പോവാം എന്നൊക്കെയാണ്. പിന്നെ ഒരു കാര്യം, കുറേ ദിവസം കൊണ്ട് വീഡിയോസിൻ്റെ താഴെ ശ്രീകുട്ടി ഇട്ടിരിക്കുന്ന നൈറ്റ് വെയറിൻ്റെ ലിങ്ക് തരുമോ, അത് തരുമോ, ഇത് തരുമോ, മെസ്സേജ്. കാരണം അത് വന്ന സമയത്ത് ഓൾറെഡി ഞാൻ 1-2 പ്രാവശ്യം കുറേ വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി അത് കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇന്നലെ മെസ്സേജ് ഇട്ടു, ഒരു കോമൺ സെൻസ് ഇല്ലേ, കമൻസിന് റിപ്ലൈ തന്നുകൂടെ, അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. സുഹൃത്തെ, എനിക്കിത് മാത്രമല്ല ജോലി, വേറെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതാണെങ്കിലും വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇടണം. ഞാനൊരു കുറ്റമായിട്ട് പറയുന്നതല്ല, ഞാൻ അതിനൊരു മറുപടി തരുന്നതാണ്. ഞാൻ വായിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ലല്ലോ. പല കാര്യങ്ങളായിട്ട് നടക്കുമ്പോൾ ഈ റീഡ് ചെയ്യുന്ന കമൻസ് എല്ലാം റീഡ് ചെയ്ത് നോക്കി അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനും പറ്റത്തില്ല, മറന്നു പോകുന്നതാണ്. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യാം കേട്ടോ. പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ടാവും, ഷോപ്പ് ചെയ്യാവുന്നതാണ്. മനഃപൂർവ്വമല്ല, വായിക്കുന്ന കമൻസ് എപ്പോഴും മെമ്മറിയിൽ നിൽക്കത്തില്ല, അതങ്ങ് പോവും. മെമ്മറി ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ്, അല്ലാതെ മനഃപൂർവ്വം തരാത്തില്ല. എനിക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് തരാതിരിക്കാൻ? ഒരു ശത്രുതയും കാര്യങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മനഃപൂർവ്വമല്ല. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം, ആ വിഷം അങ്ങ് മാറിക്കോട്ടെ. ദേഷ്യപ്പെട്ട് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാനിന്ന് ഓർമ്മിച്ചിരുന്നു, അതുകൊണ്ട് പറയുന്നു. മാത്രമല്ല ഇപ്പോഴാണ് ഞാൻ ആ കമൻറ്റ് റീഡ് ചെയ്തുകൊണ്ട് മറുപടി തരുന്നു കേട്ടോ. എൻ്റെ മാവ് നിറച്ച് മാങ്ങ നിൽപ്പുണ്ട് കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ നിൽപ്പുണ്ട്. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇതിൻ്റെ കാര്യമെല്ലാം കട്ടപ്പുകയാണ് കേട്ടോ. കാരണം അങ്ങനത്തെ ചൂടാണ്. നമ്മളില്ലെങ്കിൽ വെള്ളം ഒഴുപ്പും കാണില്ല, അത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് മാവാണ് ഇത്? തായ്ലൻഡ് മാവാണ്. 365 ദിവസവും മാങ്ങ തരും എന്നാണ് പറയുന്നത്. നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിലേ മാങ്ങ കിട്ടും കേട്ടോ. ഞാനൊന്നും ചെയ്യാതെ തന്നെ വല്ലപ്പോഴും എനിക്ക് ഇതിന്ന് മാങ്ങയൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നല്ല വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നിറയെ 365 ദിവസവും മാങ്ങ കിട്ടും. തായ്ലൻഡ് മാവ്. ഇത് ഇത്രേ പൊങ്ങത്തുള്ളൂ, ഇനി പൊങ്ങത്തില്ല കേട്ടോ. ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് നോക്കി വാങ്ങിയതാണ്. അങ്ങനെ വേദയ്ക്ക് ട്യൂഷനുള്ള സമയമായി. അങ്ങനെ ട്യൂഷന് വിട്ടിട്ട് എനിക്ക് 1-2 കൊറിയേഴ്സ് DTDC വഴി അയക്കാനുണ്ടായിരുന്നു. നമ്മുടെ വസ്ത്രയുടെ സാരികൾ തന്നെ കേട്ടോ. ഇനി വസ്ത്രയിലാകെ കൂടി 2 സാരി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സോൾഡ് ഔട്ടാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ വിഷു കളക്ഷൻസ് വരുന്നുണ്ടാവും, വിഷു പെരുന്നാൾ കളക്ഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. സത്യം പറഞ്ഞാൽ വസ്ത്രയിൽ നമ്മുടെ എല്ലാ കളക്ഷൻസും കഴിഞ്ഞു. വിഷു വരികയാണ്. വിഷുവിനുള്ള എല്ലാവരും സ്റ്റോക്കൊക്കെ എടുത്തു.
ഞാൻ മാത്രം സ്റ്റോക്കൊന്നും എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പോയി എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. വേദയ്ക്ക് എക്സാമും കാര്യങ്ങളും. വേദയ്ക്ക് എക്സാം കഴിയുമ്പോൾ ചീമയുടെ ഡെലിവറി ആവും. അതുകൊണ്ട് പോയി എടുക്കുന്ന കാര്യം ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ ഡീലേഴ്സിനെ എല്ലാം വിളിച്ചിട്ട് എനിക്ക് പോയി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല. നമ്മുടെ ഇപ്പോൾ പൊങ്കാലയ്ക്ക് നമ്മൾ കുറച്ച് സാരീസൊക്കെ എടുത്തായിരുന്നല്ലോ, സാരീസും കോട്ട് സെറ്റും. സാരീസൊക്കെ ഓക്കെ ആയിരുന്നു. എനിക്ക് കോട്ട് സെറ്റ് എനിക്ക് അത്രയും അങ്ങോട്ട് ഞാൻ പോയി എടുക്കുന്ന അത്രയും സുഖം സത്യം പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അപ്പോൾ സാരീസ് നമ്മൾ വാങ്ങുന്നവരിൽ നിന്ന്, സ്ഥിരം വാങ്ങുന്നവരിൽ നിന്ന് ഞാൻ വീണ്ടും കുറച്ച് ഓർഡർ കൊടുത്തു. അല്ലാതെ പോയി എടുക്കൽ നടക്കത്തില്ല. അപ്പോൾ സാരീസൊക്കെ മെറ്റീരിയലൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ആ രീതിയിൽ അവരോട് പറഞ്ഞ് എല്ലാവർക്കും കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിഷു കളക്ഷൻസ് 2 ദിവസത്തിനകം എത്തുമ്പോൾ ഇനി ചീമയുടെ ഡെലിവറി ആണെങ്കിൽ എനിക്കത് സെയിൽ ചെയ്യുന്ന കാര്യവും പാടായിരിക്കും. അവിടുത്തെ കാര്യവും ഇവിടുത്തെ കാര്യവും വസ്ത്ര കളക്ഷൻസ് സ്റ്റോക്ക് വന്നാൽ പിന്നെ എനിക്ക് തറയിൽ നിൽക്കാനുള്ള നേരം കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ട് ആകെ കൂടി അവിയൽ പരുവായിട്ട് സത്യം പറഞ്ഞാൽ കിടക്കുകയാണ്. ഒരിടത്തും ട്രിപ്പ് പോകാൻ പറ്റുന്നില്ല. എനിക്ക് വിഷു കളക്ഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കലങ്കാരി സാരിയൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ആ സാരീസൊക്കെ ഓക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പോയി എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു സുഖം കിട്ടും. അപ്പോൾ അതുകൊണ്ട് പോയി എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം നല്ല രീതിയിൽ എനിക്കുണ്ട്. എന്തായാലും കുറച്ച് ഓർഡേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വരട്ടെ, വന്നിട്ട് കാണിച്ചു തരാം ഓരോന്നായിട്ട്. പോയി എടുക്കുമ്പോൾ ഒരു സുഖം, നമുക്കൊരു വീഡിയോ ആവും, പോയി എടുക്കും, തൊട്ട് നോക്കിയെടുക്കാം, അതൊരു വേറൊരു സുഖം തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം എന്തായാലും പോയി എടുക്കൽ പ്രാക്ടിക്കലല്ല. എന്തായാലും വരട്ടെ, വന്നിട്ട് നമുക്ക് കാണിക്കാം. ഈ ആഴ്ച തന്നെ മിക്കവാറും കളക്ഷൻസ് എല്ലാം എത്തുമ്പോൾ തന്നെ നമുക്ക് വിഷു സെയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നല്ല രീതിയിലാണ് വസ്ത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് സത്യം പറയാൻ മടിച്ചു കേട്ടോ. എനിക്കിതിൻ്റെ പുറകെ നടക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് വസ്ത്രയോട് ഭയങ്കര ഒരു പ്രേമം തോന്നിയിട്ട് ഭയങ്കര ആക്റ്റീവാണ് ഇപ്പോൾ ഞാൻ. എനിക്ക് പോയി എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും സാരി വരട്ടെ, കാണിച്ചു തരാം. അപ്പോഴേ ഇന്ന് നമുക്ക് വേദയ്ക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാം. കുറേ ദിവസമായിട്ട് മാഗിക്ക് ബഹളം വയ്ക്കാൻ അങ്ങനെ കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കേട്ടോ. അവൾ ക്യാരറ്റും സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചേക്കാം കേട്ടോ. സവോള എന്നോട് ഒരെണ്ണം ഫുള്ള് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പകുതിയാണോ എടുത്തതെന്ന് അറിയില്ല. പിന്നെ ഒരു മാഗിക്ക് അത് ധാരാളം. അവൾക്ക് വെജിറ്റബിൾസേ വേണ്ട. പാത്രം ഉൾപ്പെടെ അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഉൾപ്പെടെ ഉണ്ടാക്കാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാവേ. പാൻ അടുപ്പത്ത് വെക്കുക. ഇത് ചീമയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത്. ചീസ് മാഗിയാണ് ഉണ്ടാക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ. കൂടിപ്പോയോ എന്നൊരു സംശയം. എപ്പോൾ വീഡിയോ എടുത്ത് ഞാൻ എന്ത് ചെയ്താലും അത് ഇതിൽ തന്നെ അവസാനിക്കും. നമുക്ക് വേദ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സാമ്പാറിന് അരിയും പോലെയാണ് ക്യാരറ്റിനൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വലുതായിട്ട്. എങ്കിലും അവൾ അരിയാനുള്ള മനസ്സ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കരുത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ലേശം ഓയിൽ കൂടിപ്പോയി. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ചീമ ഏതാണ്ടൊക്കെ ഇടാൻ പറഞ്ഞു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടാൽ മതിയേ. ഓൾറെഡി മാഗി മസാല ഉണ്ടല്ലോ. കുറച്ച് മല്ലിപ്പൊടി. ചീമ പറഞ്ഞു ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇടാൻ പറഞ്ഞു. ചിക്കൻ മസാല ഇല്ല, അതുകൊണ്ട് ഒരു പിഞ്ച് ഓഫ് ഗരം മസാല ഇടാൻ പറഞ്ഞു. പിഞ്ച് ഓഫ് ഗരം മസാല. ദെൻ വാട്ടേഴ്സ്. പിന്നെ ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഓയിൽ നന്നായിട്ട് കൂടിപ്പോയി കേട്ടോ. ടൊമാറ്റോ ഇടണോ? ടൊമാറ്റോ ഇടും. കുറച്ച് വെള്ളം ഒഴിക്കാവേ. നന്നായിട്ട് എണ്ണ കൂടിപ്പോയി. മാഗി മസാലയുടെ കാര്യം മറന്നുപോയി. ഇനി ഇടാം. അതുകൂടെ ഇട്ട് മിക്സ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ വരുന്ന മാഗി മാറിപ്പോയി. ഇത് ഞാൻ വെജ് ആട്ട മാഗി എടുത്തതാണ്. വേദയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ നമ്മുടെ സാധാ മാഗി തന്നെ മതി എന്ന് പറഞ്ഞേ. ഇപ്പോൾ വരുന്ന മാഗീസിൽ ഡബിൾ മസാലയാണ്. 2 പാക്കറ്റ് മസാല ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടോ, 2 പാക്കറ്റ് മസാലയാണ്. ഒരു മാഗിക്ക് 2 പാക്കറ്റ് മസാല.
ആ 2 പാക്കറ്റ് ഇടാണ് കേട്ടോ. എന്നാലും ഞാൻ അങ്ങനെ ഇട്ട് നോക്കി, ഇനി കൂടി പോവോ എന്ന് കരുതിയിട്ട്. പക്ഷേ ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡബിൾ മസാല. ഒരു പാക്കറ്റ് ഇടുണ്ട്, അതോട്ട് പൊട്ടിച്ചിടാം. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഗ്യാസ് കത്തുന്നില്ല, വെറുതെ ഇല്ല, കുറേ നേരമല്ലോ വെള്ളം തിളയ്ക്കുന്നില്ല എന്ന് നോക്കുന്നത്. തിളച്ച ശേഷം നമുക്ക് മാഗി ഇട്ട് കൊടുക്കാവേ. ഓക്കെ, വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മുടെ മാഗി അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ എപ്പോഴും വെള്ളം തിളച്ചിട്ടേ മാഗി ഇട്ട് കൊടുക്കാറുള്ളൂ. ഞാൻ അവണിൽ വയ്ക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഈസിയാണ്. അവണിലാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ വേദയ്ക്ക് ചീമ പറഞ്ഞു തന്ന റെസിപ്പി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുതിയത്. ലാസ്റ്റ് ഒരു ചീസ് കൂടെ വയ്ക്കുമ്പോഴേക്കും ചീസ് മാഗി റെഡി. ഓക്കെ, അപ്പം മാഗി വെള്ളമെല്ലാം വറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ക്യാരറ്റ് വെന്തോം ദൈവത്തിനറിയാം, അങ്ങനെയാണ് ക്യാരറ്റ് ഇതിൽ വെട്ടിയിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, പാവളത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചില്ലേ. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചീസ് മാഗിക്ക് എന്താ ആവശ്യം? ചീസ് ഇടാൻ പോകുന്നത്. ഒരു ബുൾസയും കൂടി അടിക്കട്ടാ. ഇതൊന്ന് മെൽറ്റ് ആവട്ടെ. ഇത് മൂടി വയ്ക്കാവേ, അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി അങ്ങനെ ഇരിക്കും. നമ്മുടെ ചീസ് വെച്ചൊരു 5-10 മിനിറ്റ് ആയിട്ടുണ്ടേ. വാ, സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചീസ് ഇങ്ങനെ തന്നെ കിട്ടണമേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇല്ല, അത് ഫ്ലോപ്പായി. ഇങ്ങനെ തന്നെ വയ്ക്കാം എന്നാണ് കരുതിയത്. അപ്പോഴത്തെ മാഗി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടെ ഉണ്ട് കേട്ടോ, അത് കുറവായി. ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. സെർവിങ് പ്ലേറ്റിൽ മാറ്റിയിട്ട് ചീസ് അങ്ങനെ ഇട്ടിരുന്നുവെങ്കിൽ അതങ്ങനെ ആയാനേ. ഇനി വേദയ്ക്ക് ഒരു ബുൾസയും കൂടി. ഞാൻ ഉദ്ദേശിച്ച പോലെ സാധനം വന്നിട്ടില്ല, നമുക്ക് മിക്സ് ചെയ്യാതെ. ഞാൻ ഉദ്ദേശിച്ച പോലെ സംഭവം വന്നിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ചീസ് മുകളിലിരിക്കും എന്നാണ് കരുതിയത്, പക്ഷേ വന്നില്ല. മിക്സ് ചെയ്യാം, എന്നിട്ട് വേദയെ കൊണ്ട് കഴിപ്പിക്കാം. അങ്ങനെ ഞാൻ ചീസെല്ലാം വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേദയ്ക്ക് കൊടുക്കാം. വേദ പറയട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. യെസ് വേദ, യുവർ മാഗി റെഡി. കഴിച്ചു നോക്ക്. എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു. ചൂടല്ലേ, പുൾസ ഇപ്പം തരാവേ. എങ്ങനെയുണ്ട്? ചീസിൻ്റെ ആയിരിക്കും. ഞാൻ കഴിച്ചപ്പോൾ ഉപ്പില്ലല്ലോ. ഉപ്പ് കൂടിപ്പോയെന്നാണ് വേദ പറയുന്നത്. ചീസിൻ്റെ ആവാനാണ് ചാൻസ്. ചീസും ഇട്ടാണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ടോ? എനിക്കൊന്നും തോന്നുന്നില്ല. വെജിറ്റബിൾസ് ഇട്ട ഇതുപോലെ. അപ്പോൾ എനിക്കൊന്ന് ചീസ് കുറഞ്ഞു പോയിട്ടുണ്ടാവും. ഒരു ചീസ് കൂടെ ആവായിരിക്കും. ഉപ്പൊന്നും കൂടിയില്ല. നമുക്ക് ഇഷ്ടമായില്ല അല്ലേ? ബുൾസ അടിച്ചു തരാം. കഴിക്കോ ബുൾസേ? ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു ബുൾസൈഡ് അടിക്കാം. മിക്കവാറും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതുകൊണ്ട് ബുൾസൈ ഓംലെറ്റ് ആവും. ഇത് ഓംലെറ്റ് തന്നെ. ഇല്ല, ബുൾസൈ ആയി. എണ്ണ ഒന്നും ഒഴിച്ചില്ല കേട്ടോ, കാരണം നോൺ സ്റ്റിക്കാണ്. നേരത്തെ എണ്ണ ഒഴിച്ചത് ഇപ്പോഴും ആ പാനിലുണ്ട്. ബുൾസൈയിൽ ലേശം കുരുമുളകും ഉപ്പും രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുട്ട പുഴുങ്ങുമ്പോഴും അങ്ങനെ ബുൾസ ഇവിടെ മിക്കവാറും ഏട്ടനും ബുൾസ മതി. അപ്പോൾ അതിലിങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബുൾസയും റെഡി. വേറെ അത് കഴിച്ച് കഴിഞ്ഞിട്ടേ ബുൾസ കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇവിടെ കഴിഞ്ഞു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.